ഇന്ന് നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ദി ബരോസ് എന്ന വെബ് സീരീസ് എങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഗണത്തിൽപ്പെട്ട വെബ് സീരീസാണ്. ഇതിലാകെ 8 എപ്പിസോഡുകളാണുള്ളത്. ഇനി നമുക്ക് ഈ വെബ് സീരീസിന്റെ കഥയെക്കുറിച്ച് നോക്കാം. നമ്മുടെ നായകൻ സാം കോപ്പർ ഒരു പ്രായമായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടാകും. ഈയൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അതെങ്ങനെയുള്ള ഗ്രാമമാണെന്ന് നോക്കിയാൽ അവിടെ പ്രായമായവർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ നായകൻ അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് പല കാര്യങ്ങളും നിഗൂഢമായി അനുഭവപ്പെടുന്നു. അതെന്തൊക്കെയാണ്? അദ്ദേഹം മറ്റുള്ളവരോടത് പറയുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നു? അതൊക്കെ ഇവരെല്ലാവരും ചേർന്ന് എങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തുന്നു? അവസാനം എന്തുണ്ടായി എന്നതാണ് ഈ വെബ് സീരീസിന്റെ മൊത്തത്തിലുള്ള കഥ. ഇനി ഈ വെബ് സീരീസിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിലെ ഇമോഷണൽ ഡെപ്താണ്. അത് പ്രേക്ഷകരിലേക്ക് അത്രത്തോളം കണക്ട് ആകുന്നുണ്ട്. ഹൊറർ എലമെന്റ്സ് ഉണ്ടെങ്കിലും അതിനോടൊപ്പം സൗഹൃദത്തെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചുമൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട്. പ്രായമായവരെ വെച്ച് അത് അവതരിപ്പിച്ചത് വളരെ നന്നായിട്ടുണ്ട്. ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് സ്ട്രേഞ്ചർ തിങ്സ് ഫീൽ വരുന്നുണ്ട്. എങ്കിലും വിഷ്വലി ഈ വെബ് സീരീസ് വളരെ മികച്ചതാണ്. കാണാൻ നല്ല ഭംഗിയുള്ള വിഷ്വൽസാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല പശ്ചാത്തല സംഗീതവും ഗംഭീരമായിട്ടുണ്ട്. തിരക്കഥ ആദ്യം കുറച്ച് പതുക്കെയാണ് നീങ്ങുന്നതെങ്കിലും ഒരിക്കൽ ആ മിസ്റ്ററിയിലേക്ക് കടക്കുന്നതോടെ സീരീസ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു എന്റർടൈനിങ് സീരീസാണിത്. തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ് ദി ബരോസ്. നമ്മുടെ റേറ്റിംഗ് 10-ന് 7 ആണ്. സീരീസിൽ അഡൾട്ട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് കുടുംബത്തോടൊപ്പം കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.